കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുള്ള NSSന്റെയും SNDPയുടെയും നിലപാടിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കോൺഗ്രസിൽ പുകയുകയാണ്. മന്നം ജയന്തി ആഘോഷ പരിപാടിയിലേക്ക് NSS തന്നെ ക്ഷണിച്ചത് അഭിമാനകരമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. തന്നെ വിമർശിക്കാൻ സാമുദായിക നേതാക്കൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് VD സതീശനും ആവർത്തിച്ചു. അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാൻ KC വേണുഗോപാൽ തയ്യാറായില്ല. സതീശനും KC വേണുഗോപാലും ചേർന്ന് രമേശ് ചെന്നിത്തലയെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അപ്രസക്തനാക്കുന്നതിനിടയിലാണ് ചെന്നിത്തലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് NSSും SNDPയും രംഗത്ത് വന്നത്. മന്നം ജയന്തിയിലേക്കുള്ള NSSന്റെ ക്ഷണത്തിനോട് രമേശ് ചെന്നിത്തല പ്രതികരിച്ചതെങ്ങനെ? പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നില്ല, RC ആണ് വിളിക്കുന്നത്. അല്ല, ആരെ വിളിക്കണമെന്ന് ഇപ്പം നമ്മളല്ലോ തീരുമാനിക്കുന്നത്, അത് അവരാണ് തീരുമാനിക്കുന്നത്. ഏതായാലും എന്നെ NSSന്റെ പരിപാടിയിൽ വിളിച്ചു, എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കും. അത് മന്നം ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് അത് തീർച്ചയായും അത് അഭിമാനകരമായൊരു കാര്യമാണ്. വിമർശനങ്ങളോടുള്ള VD സതീശന്റെ പ്രതികരണം ഇങ്ങനെ: കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആളുകളെ വിമർശിക്കുന്ന ആളാണ്. ഞാൻ വിമർശനത്തിന് അതീതനല്ല. എന്നെ വിമർശിക്കാൻ സാമുദായിക നേതാക്കന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും എൻ്റെ പാർട്ടിയിൽപ്പെട്ടവർക്കും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. ചെന്നിത്തലയെ ഒതുക്കാനുള്ള സതീശന്റെ നീക്കങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നത് KC വേണുഗോപാലാണ്. വിഷയത്തിൽ ചോദ്യമുയർന്നപ്പോൾ KC വേണുഗോപാൽ പ്രതികരിച്ചതിങ്ങനെ: ഞാൻ ഉദ്ദേശിച്ചത് AICC നിയോഗിച്ചിട്ടാണ് ഞാനിവിടെ പത്രസമ്മേളനം നടത്തുന്നത്. നിങ്ങൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ആ ചോദ്യത്തിലേക്ക് ഞാൻ കൂടുതൽ പറയാൻ കഴിഞ്ഞു. ഞങ്ങളുടെ ബ്രീഫിംഗ്, ഓൺലി ബ്രീഫിംഗ്, ഇത് ഓൾ ഓവർ ഇന്ത്യ നടക്കുന്നൊരു ബ്രീഫിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്നോട് കേരളത്തിൽ ഞാൻ ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ബ്രീഫിംഗ് നടത്തണമെന്ന് അവർ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുന്നത്. വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്തേണ്ട എന്നതാണ് ലീഗ് നേതൃത്വത്തിന്റെ നിലപാട്. ഇപ്പോൾ സംസ്ഥാനത്ത് UDFന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ട്. അടുത്തത് UDF ആണ് എന്ന ചിന്ത എല്ലാവരിലും ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഒക്കെ വരും. പക്ഷേ കോൺഗ്രസ് സമയമാകുമ്പോൾ ഒരു നേതാവിനെ നിശ്ചയിച്ച് മുന്നോട്ട് പോയിക്കോളും. അതിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ലീഗിന് അഭിപ്രായമൊക്കെ ഉണ്ട്. ലീഗിന് അഭിപ്രായം പറയേണ്ടി കൊടുത്ത് പറയേണ്ട സമയത്തേ പറയുള്ളൂ. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.